നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശിവാനി പ്രണയം അഭിനയിച്ച് പ്രണവിന് മെസ്സേജ് ഇടുകയും വിളിക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കും. അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വലിയ പാടായിരിക്കുമല്ലേ? പ്രണവിന്റെ മനസ്സ് മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് ശിവാനിയ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആദ്യം ശിവാനിയുടെ കല്യാണം നടത്തണം. ആദ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്. അത് ശരിയാ. പ്രത്യേകിച്ച് ആരോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തവളാ ശിവാനി. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്ന ഒരു പ്രപ്പോസൽ കിട്ടിയ ശിവാനി എന്തായാലും കല്യാണത്തിന് സമ്മതിക്കും. എങ്കിൽ പിന്നെ ശിവാനിയുടെ കല്യാണവും ഹൈദരാബാദിൽ നിന്ന് പ്രണവ് തിരിച്ചെത്തുന്നതിന് മുന്നേ നടത്താം. അവൻ വന്നാൽ പിന്നെ ഉടനെ നമുക്ക് അവന്റെ കല്യാണവും നടത്താം. പക്ഷേ തോറ്റുപോകുന്നത് നമ്മളായിരിക്കും. നമ്മളെങ്ങനെയാ തോൽക്കുന്നത്? പ്രണവ് കല്യാണം കഴിച്ച 1 വർഷത്തിനുള്ളിൽ അവൻ ഒരു കുഞ്ഞ് ജനിക്കും. നമുക്കാണെങ്കിൽ അപ്പോഴും കുഞ്ഞ് കാണില്ല. അപ്പൊ ആരാ ജയിച്ചത്? അവനല്ലേ. നമ്മൾ തോറ്റില്ലേ? അതെ. ഇതെന്താ മത്സരിച്ച് ജയിക്കാൻ ഓട്ട മത്സരം വല്ലതുമാണോ? ഇതൊരു ഓട്ട മത്സരമാണെന്നേ. അറിയാലോ, ഈശ്വരി മുത്തശ്ശി പറഞ്ഞത് 3 കുട്ടികൾ നമുക്ക് ജനിക്കുന്ന പറഞ്ഞേക്കുന്നത്. അതിനൊക്കെ ചില്ലറ സമയം മതിയോ? നമ്മൾ എപ്പോഴാ ഓടിയെത്തുന്നത്? ദാ നോക്ക്, ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്ക്. എത്ര മനോഹരമായ ചിത്രമാണെന്ന് നോക്കി. ഞാനും നിധിയും ഓമനത്തുള്ള നമ്മുടെ 3 കുഞ്ഞുങ്ങളും. ഇതൊക്കെയൊന്ന് യാഥാർത്ഥ്യമാക്കണ്ടേ മോളെ? അതിനെന്താ വേണ്ടത്? 3 കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പ്രസവിക്കണം. എന്നിട്ട് അതിനെയൊക്കെ വളർത്തി വലുതാക്കി ഈ പരുവാക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മളും മക്കളും ഒത്ത് ഫോട്ടോ എടുത്ത് ഈ വരച്ച ഫോട്ടോയുടെ സ്ഥാനത്ത് വെക്കണം. പറ്റുമെങ്കിൽ ഈ പിടുത്തം വിടുവിച്ചു പൊക്കോ. എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വേറെന്ത് ചെയ്യാൻ? ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോ 3 കുഞ്ഞുങ്ങളെ തരാൻ തയ്യാറല്ലേ? എന്റെ ചക്കരയുടെ സന്തോഷത്തിന് വേണ്ടി 3 അല്ല 10 കുഞ്ഞുങ്ങളെ ഞാൻ തരും. എന്താ പോരെ? അടിപൊളി. അപ്പൊ പിന്നെ പഠിപ്പിക്കാൻ സ്കൂള് തിരക്കി നടക്കണ്ടല്ലോ. നമ്മുടെ വീട് തന്നെ ഒരു സ്കൂളാവും. മോനെ എന്തായി? ആന്റി, ഞാൻ വീടിന്റെ ഫ്രണ്ടില് കാർ പാർക്ക് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യോ. മോൻ എത്തിയോ? കോള് വരാതിരുന്നപ്പോ വരില്ലെന്ന് കരുതി ഞാൻ പേടിച്ചു പോയി. ഞാൻ വരാതിരിക്കും ആന്റി. വാക്ക് പറഞ്ഞ ഞാനത് പാലിച്ചിരിക്കും. കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ അവിടെ? ഒരു കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ തന്നെ ശിവാനിയുടെ അച്ഛന് 2 ഉറക്ക ഗുളിക കൊടുത്തിട്ടുണ്ട് ഞാൻ. നല്ല ഉറക്കത്തില്ല. ആളിപ്പോഴൊന്നും ഉണരില്ല. മോൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്ത് സംഭവിച്ചാലും ആരും ഉണരാൻ പോകുന്നില്ല. അത് വേണ്ട ആന്റി, ഞാനിവിടെ പുറത്തു നിന്നോളാം.
ആന്റി ഒരു കാര്യം ചെയ്യോ, വേഗം ശിവാനി ഒന്ന് ഇറക്കി വിടൂ. അറിയാലോ മോനെ, എന്റെ മോള് മോനെന്നും പറഞ്ഞ ഇപ്പൊ ജീവിക്കുന്നത്. അവളുടെ അച്ഛനെ പോലും വെറുപ്പിച്ചിട്ടാ ഇപ്പൊ നിന്റെ കൂടെ ഇറങ്ങി വരുന്നത്. അവളെ കൈവിട്ട് കളയരുത്. ആന്റി, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ശിവാനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്റെ വാക്കാ. ആന്റി ധൈര്യമായിട്ട് അവളെ ഇറക്കി വിട്ടോ. ശരി മോനെ, ഞാൻ ഇപ്പൊ തന്നെ അവളെ മോന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാം. മോ ഫോൺ വെച്ചോ. ആ എന്തേ? എടി മോളെ, പ്രണവ് നിന്നെ കൊണ്ടുപോകാനായി കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേഗം ഡ്രസ്സൊക്കെ മാറി റെഡിയാവ്. പക്ഷെ ഞാനിങ്ങനെ പുറത്തിറങ്ങും അമ്മേ, ഡോറ് പൂട്ടിയൊക്കെയല്ലേ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. നിന്റെ അച്ഛന്റെ തലേണയ്ക്കടിയിൽ ഈ റൂമിന്റെ ചാവി ഇരിപ്പുണ്ട്. ഞാൻ അതെടുത്ത് കതക് തുറന്നു തരാം. നീ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ഞാൻ ഡോറ് തുറക്കാനുള്ള വഴി നോക്കാം. ആ ശരി. എന്തായി, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ?